ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടി റോസ്റ്റ് കറിൻ്റെ വീഡിയോ. നല്ല അടിപൊളി കറിയാണ്. ചപ്പാത്തിക്കും ചോറിനും എന്ത് അതരപ്പത്തിനും എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് 3 വലിയൊരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 കഷ്ണം വൃത്തിയാക്കി ഇഞ്ചി, പിന്നെ ഒരു കുടം വെളുത്തുള്ളി ഫുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞിട്ടല്ല, തലയും പാലും കളഞ്ഞിട്ട് മുറിച്ചെടുത്തിട്ട് അതിനും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കുക. പേസ്റ്റാക്കി എടുക്കണ്ട. അങ്ങനെ അതൊന്ന് ചതച്ചിട്ട് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ വൃത്തിയാക്കി വെച്ച ബോട്ടി എടുത്തിട്ട് കുക്കറിലാണ് ഞാൻ ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ കുക്കറിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ 3 ഉള്ളി എടുത്തിട്ട് നൈസായിട്ട് അരിഞ്ഞതും കൂടെ എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ചൊരു 1/4 ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി പേസ്റ്റ് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇപ്പോൾ ഇതിൽ ആവശ്യത്തിനൊക്കെ മതി. എന്നിട്ട് നമ്മൾ കൈ വെച്ചതിന് നല്ലോണം കുഴച്ചെടുക്കുക. കൈ വെച്ച് കുഴച്ചെടുക്കുന്ന ആ മിക്സിങ് വേറെ എന്തിനും കിട്ടി അങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് നിറച്ചും വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കണം. അല്ലെങ്കിൽ വെള്ളം കുറച്ച് പെട്ടെന്ന് അടിയിൽ കരിഞ്ഞു പോകും. നല്ലോണം വേവുള്ള സാധനമാണ്. അങ്ങനെ അതിനൊന്നും കുക്കറിൽ അടച്ചിട്ട് മാറ്റി വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് എണ്ണ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായ സവാള ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് വാട്ടിയിട്ട് അടച്ചു വെക്കുക. അപ്പോഴത്തേക്കും നമ്മൾ ഈ ഇത് ബോട്ടി ഞാനൊരു 10 വിസിലും കടുപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ലോണം അത് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഉള്ളിയെല്ലാം ഇട്ടതിലേക്ക് 2 തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് അടച്ചിട്ട് വേവിക്കാൻ വെച്ചാൽ. എന്നിട്ട് അതെല്ലാം ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് വെന്ത് കിട്ടിയ ഈ ബോട്ടിനെ ആവിയിൽ പോയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടായിന് അതെല്ലാം വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ്, ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ കറി ഇത് റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.